അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. കടയിൽ കിടക്കാൻ ഭയമാ. രാത്രി ഒന്നും ഉറങ്ങത്തില്ല മക്കളതിനുള്ളത് പറയാം. ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഒരു 3-3:30 ആകുമ്പോഴായിരിക്കും ഞാനൊന്ന് കിടക്കുന്നത്. കക്കൂസിൽ പോകുന്നത് 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും കക്കൂസിലൊന്ന് പോകുന്നത്. അപ്പം ഭക്ഷണം കഴിക്കുന്നത് തന്നെ കഴിച്ചില്ല എന്നായി. ഇത് മൊത്തം ഏകദേശം പൊടിഞ്ഞു പോകും. ഇങ്ങനെ കീറി എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഷീറ്റിൻ്റെയൊക്കെ അവസ്ഥ. 3 മാസമായപ്പോൾ അമ്മയുടെ വഴിക്ക് പോയി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു റോഡിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയത് 8ാം മാസത്തിലുള്ളത്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടാണ് എൻ്റെ കുഞ്ഞ് പോയത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഫീലിംഗാണ്. നമ്മുടെ ചിത്രപ്പള്ളിക്കാരാണ് 2.5 ലക്ഷം രൂപ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സ്നേഹയാണ്. എല്ലാ പ്രാവശ്യം വളരെ സന്തോഷകരമായ വീഡിയോ ഒക്കെയാണ്, പക്ഷെ ആദ്യം തന്നെ പറയാം, ഒരു സന്തോഷകരമായ വീഡിയോ അല്ല ഇത്. ശരിക്കും ഇന്ന് രാവിലെ, ഇന്ന് ശനിയാഴ്ചയായിരുന്നു, അപ്പം മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കടയിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചു. 7 വർഷമായി നമ്മുടെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കണ്ടിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കത് അമ്പലത്തിൽ പോകാം. അങ്ങനെ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മൾ ഹരിപ്പാടുന്ന് ഹൈവേ വഴി അമ്പലപ്പുഴയ്ക്ക് വിട്ടു. അപ്പോൾ തിരിച്ചെന്നാൽ ഒന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാമല്ലോ എന്ന് വെച്ച് നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്ന് തിരുവല്ലയിലേക്കുള്ള ആ റോഡുണ്ടല്ലോ, അതിലെയാണ് വന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ കരുമാടി ക്ഷേത്രം കഴിഞ്ഞ് ആ ഒരു വളം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കളത്തിൽപ്പാലം എന്നൊരു ജംഗ്ഷനുണ്ട്. ആ ഒരു പാലം കയറുന്നത് തൊട്ട് മുൻപായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പതുക്കിയാണ് വണ്ടി ഓടിച്ചത്. അതിൻ്റെ സൈഡിലിങ്ങനെ എന്തോ ഒരു ഭഗവാന്റെ ഇതായിരിക്കും, എനിക്കറിയില്ല, അയയിലൊക്കെ ഇങ്ങനെ തുണി വിരിച്ചിട്ടേക്കുന്നു. ഒരു പട്ടിയുണ്ട് സൈഡിൽ. ഞങ്ങളെപ്പോലൊരു കുഞ്ഞിക്കട, ഒരു അമ്മ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പം പാലം ജസ്റ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തോ നമുക്ക് ആ കടയിലൊന്നും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി ഒരു ഗ്യാസ് മിഠായി ഒക്കെ ആളുടെ നിന്ന് മേടിച്ചു, അമ്മയുടെ നിന്ന്, അവിടെ ഇരിക്കുന്ന അമ്മയുടെ നിന്ന്. അപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ നമ്മുടെ അരുൺ ചേട്ടനെ ആണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന ആൾ. അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇങ്ങനൊരു വിഷയം. ഇത് ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ആ ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ അരുൺ ചേട്ടൻ വരുന്നിടം വരെ ഞാനും അമ്മയും കൂടെ അവിടുത്തെ അമ്മയോട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ നിലവിൽ അമ്മ ഇവിടെയാണ് കിടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ആ KSRTC ബസ്സൊക്കെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ റോഡ് സൈഡിൽ തന്നെയാണ് ഈ കട. അപ്പോൾ ചായ, സർബത്ത്, മോരുമേളം, ഞങ്ങളെപ്പോലുള്ളൊരു ചെറിയ കച്ചവടം. അപ്പോൾ പൊതുവെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ അധികം മോരുമേളമൊന്നും ഇല്ലാത്തതൊന്നും കച്ചവടമൊന്നും ആൾ വെറുതെ ചോറൊക്കെ കഴിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ വന്ന് ആരെയും കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ എനിക്ക് ശരിക്കും നല്ലോണം സങ്കടമായി. കാരണം ഞാനും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒരു പ്രത്യേക ഒരു താല്പര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോഴത്തെ അമ്മയുണ്ട്, അമ്മയും അച്ഛനും കൂടെ കട നടക്കുന്നു. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം എന്ന് വെച്ചാൽ ഇവർക്കൊരു 2 സെൻറ്റ് സ്ഥലം എന്തോ അപ്പുറത്തിവിടെയോ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ അമ്മയെ ഒരു 55 വയസ്സിന് മുകളിലുണ്ട് അമ്മയ്ക്ക്. ആ അമ്മ ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഇല്ലാതാണ് ഈ രാത്രിയിലൊക്കെ ഇവിടെ കിടക്കുന്നത്, പ്രത്യേകിച്ച് ഇത്രയും തിരക്ക് ഉള്ള റോഡിൽ. അപ്പോൾ അച്ഛനവിടെ വീട് കെട്ടാൻ പോയേക്കുവാണ്. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. ബാക്കി ഇനി അവരോട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കാം. എൻ്റെ പേരെന്താ വെച്ചാ? ഞാൻ പറഞ്ഞ ആ ഒരു വിഷമ സാഹചര്യത്തിൽ കഴിയുന്ന ഒരു അമ്മയും അച്ഛനുമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇത് രാധാമണി അമ്മ. അമ്മയ്ക്ക് 56-57 വയസ്സുണ്ട്. അച്ഛനുവാ, അച്ഛനാണ് അമ്മയുടെ ഭർത്താവ്. അപ്പം ഇതാണ് നമ്മുടെ അച്ഛൻ. അച്ഛൻ്റെ പേര് എത്ര വയസ്സുണ്ട്? 61 വയസ്സുണ്ട്. അപ്പം ഇവരെ കൂടാതെ ഒരാളും കൂടെ നമ്മുടെ ഈ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ, നമുക്കേറെ വേദനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു കടയ്ക്കുള്ളിൽ, നമുക്കറിയാം എനിക്കും ഒരു കടയുണ്ട്, പക്ഷേ നമുക്ക് പോയി കിടക്കാൻ വാടകയ്ക്കാണെങ്കിലും ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 3 മാസമായിട്ട് ഇവർ 2 പേരും, ഇവരോടൊപ്പം ഇവരുടെ കൊച്ചുമകൻ, മോനെ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം അവന് 17.5 വയസ്സായി. കാരണം ഇനി അവനൊരു നല്ല ലൈഫ് ഉണ്ടാവണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ ഇവർ കാണിച്ചോളാൻ പറഞ്ഞു, പക്ഷേ ഞാൻ കാണിക്കുന്നില്ല. കാരണം എനിക്കും അവനൊരു അനിയനുണ്ടെങ്കിൽ ഞാനൊരിക്കലും അവനെ ആരും കാണണ്ടായി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനിപ്പോൾ പുറത്ത് ഒരു വീട്ടിൽ അവരുടെ കുറച്ച് ഒരു ഓഫീസുണ്ട്. അപ്പോൾ അവനൊരു എക്സ്പീരിയൻസ് ഒക്കെ ആവാൻ വേണ്ടി അവനെ നിർത്തിയേക്കുവാണ്. അപ്പം ഇതാണ് ഇവർ രാത്രി അന്തി ഉറങ്ങുന്ന ഡെസ്ക്. അപ്പം അമ്മ അവിടെ ഇരുന്നു, പച്ച ഇരുന്നു, നമുക്കിനി ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ
മോന്റെ പേരെന്തായിരുന്നു? എന്താ? ജയന്തു കൃഷ്ണ. അപ്പൊ ജയന്തു കൃഷ്ണ എന്നാണ് പേര്. ആൾക്ക് +2 പരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി പഠിക്കാൻ പൈസ ഇല്ല എന്നത് മാത്രമല്ല, അവന്റെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ആരായാലും പഠിക്കണം എന്നതിനപ്പുറത്തേക്ക് ഇവരെ എങ്ങനെ സേഫ് ആക്കണം, എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ബാലവേലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അവന്റെ സാഹചര്യം അതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ എവിടെയാ ജോലി ചെയ്യുന്നത്? ഒരു കമ്പനി അടുത്തൊരു അച്ഛന് പരിചയമുള്ള ഒരാളുടെ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് എനിക്ക് തന്നേക്കണമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഉദ്ദേശിക്കുക. അപ്പോൾ അവനെ പഠിപ്പിച്ച് ലൈസൻസ് എടുത്ത് നല്ലൊരു ഭാവി ജീവിതം അവനോട്. പുള്ളിക്ക് ഒരു മോനേ ഉള്ളൂ. ആ മോനെ പോലെ എനിക്ക് വിട്ടുവരാൻ ഞാൻ പറയാറുള്ളൂ. അവിടെ 10-30 ആളുകളുള്ള. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് ഈ വീഡിയോ പറയാമോ? പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ചോദിച്ചില്ല. ഉർവശി പപ്പട കമ്പനി ഉർവശി പപ്പട കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പൊ അച്ഛന് പേരറിയത്തില്ല. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സ് കാരണം അവിടെ അവന്റെ ചെറിയ ചെറിയ ജോലിയും കാര്യങ്ങളും, ജോലിയല്ല, അവനൊരു ഒരു ഒരു മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് പകൽ സമയങ്ങളിൽ അവിടെ നിൽക്കുന്നു. അപ്പം അവനെ ഇനിയുള്ള കാര്യങ്ങൾ ലൈസൻസോ എന്തെങ്കിലുമൊക്കെ എടുപ്പിച്ച് അവനൊരു ഡ്രൈവർ അല്ല, അവരിഷ്ടമുള്ള മേഖല എന്താണോ അങ്ങനൊരു സഹായം അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് അമ്മേ അപ്പം ഇതിന് തൊട്ടപ്പുറത്തൊരു വാടക വീട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് അല്ലേ മേഡം? അപ്പം 3 മാസമായോ? 3 മാസമായി അവര് ഇറക്കിയിട്ട്. വാടക കൊടുക്കാൻ അല്ല, വാടക നമ്മൾ പിന്നെ അവർ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളോട് ഭീഷണിയായിരുന്നു. വെന്ത അടുപ്പേ കിടന്ന ചോറ് വരെ എടുത്ത് ഞാൻ വെള്ളത്തിൽ കളയുമായിരുന്നു. അതുപോലും അവര് വെപ്പിച്ചില്ല. അങ്ങനെ വിഷയം ഉണ്ടായി. അവരുടെ സാഹചര്യം നമുക്ക് അറിയത്തില്ല, നമ്മളിപ്പോ ആരെയും കുറ്റക്കാരായി ഒന്നും പറയാൻ പറ്റില്ല. അത് നോക്കുന്ന ഓണറല്ല, നോക്കുന്ന ആൾ. അപ്പൊ 3 മാസമായി ഈ കടയോടെ അല്ലെങ്കിൽ ഈ റോഡ് സൈഡില് ഈ ഒരു ചെറിയൊരു കട്ടിലല്ല, പലക അടിച്ചൊരു ഡെസ്ക്, പിന്നെ മറ്റൊരു ഡെസ്ക്, ഇത് രണ്ടിലുമാണ്. കാരണം ഈ ഡെസ്കിലൊക്കെ ശരിക്കും പറഞ്ഞാല് അച്ഛൻ പറയുന്ന അച്ഛനാണ് ചിലപ്പോഴൊക്കെ ഇവിടെ കിടക്കുന്നത്. ശരിക്കും ഒരാൾക്ക് കിടക്കാനുള്ള നീളം പോലും ഈ ഡെസ്കിനില്ല. ഇപ്പൊ നമുക്ക് നിലവില് വീടില്ല. ഇപ്പൊ നമ്മള് 3 മാസമായി ഇപ്പൊ നിലവിൽ നമ്മുടെ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ താമസിക്കാം. ശരിക്കും അമ്മ പേടിയുണ്ടോ അമ്മയ്ക്ക് ഇവിടെ കിടക്കാൻ? പിന്നെ ഞങ്ങൾ ഉറങ്ങത്തില്ല. പട്ടി കരയ്ക്കും. ചിലപ്പോൾ ഞാൻ കുത്തി ഇവിടെ ഇരിക്കും, ചിലപ്പോൾ ഇതിൻ്റെ മണ്ടേ കയറിയിരിക്കും. പിന്നെ എനിക്ക് എന്തോ ഒരു ഭയം പോലെ. പിന്നെ ഞാനത് പുള്ളിയോട് പറയത്തില്ല. പുള്ളിക്ക് ഹാർട്ടിൻ്റെ ഇത് മരുന്ന് കഴിക്കുന്ന, നമ്മൾ ആ മരുന്ന് പോലും പുള്ളിക്ക് വാങ്ങിക്കാനുള്ള ഇതില്ല. ഒരു കുപ്പി മരുന്ന് ഗുളികയുണ്ട്, ആ ഗുളിക വാങ്ങിക്കണം. ഇപ്പം ഒരു ചെറിയ ഗുളിക നാക്കിൻ്റെ അടിയിൽ വെക്കുന്ന മാത്രം. അത് എത്ര രൂപയാവും? ഗുളിക വാങ്ങിച്ചാൽ 420 രൂപയായിട്ട് ഞാൻ മാറ്റിട്ടുണ്ട്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഇതാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എന്തുവാ? ആ ഒരു ഗുളിയുടെ പകുതി നാക്കിനടിയിൽ. എനിക്ക് അറിയാം ഈ ശരീരം വെട്ടി അങ്ങ് ഉയർക്കും. അന്നേരം എനിക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. ആ ഗുളിക ഈ ഒരു ഗുളിയുടെ പകുതി നാക്കിനടിയിൽ ഇട്ട് കഴിയുമ്പോഴേക്ക് ഒരു ശകല കാലത്തൊക്കെ നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് പോവാം. എന്നാലും ഞാൻ ഈ വണ്ടിയെ പോകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് റാന്നി വരെ ഞാൻ വിട്ടു പോയിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ടി. അപ്പൊ നിലവിൽ അമ്മ നമുക്ക് പഞ്ചായത്തിൽ നിന്നൊന്നും സ്ഥലം കിട്ടിയതല്ല, ഒരാളെ സഹായിച്ചതാണ് നമ്മളെ. ഇപ്പം നമുക്ക് നിലവിലുള്ള എത്ര സെന്റ് സ്ഥലമുണ്ട്? അത് 4 സെന്റ്. 4 സെന്റ് 5 സെന്റാണ്. അതിന് 4 സെന്റ് സ്ഥലമാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. 1 സെന്റ് സ്ഥലത്തിന്റെ ഞാനൊരു 10,000 രൂപ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ 1 സെന്റ് സ്ഥലം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നിലവിൽ നമുക്ക് 4 സെന്റ് സ്ഥലത്ത് സുഖമായിട്ടൊരു വീട് വെക്കാം. വീട് വെക്കാന്നുള്ള അതിൽ എനിക്ക് ഈ വഞ്ചന പറയാം. 3 സെന്റ് സ്ഥലവും വഴിയും കൂടെ പഞ്ചായത്തിന് കൊടുത്തിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അങ്ങനെ പഞ്ചായത്തിന്റെ അപ്പൊ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ 3 മാസമായി നമ്മൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികളോ അങ്ങനെ ആരെങ്കിലും വന്നോ? ഇല്ല, ആരും വന്നിട്ടില്ല. അമ്മ നമ്മൾ 3 മാസമായി ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ കിടക്കുന്നു. അമ്മ ഈ ബാത്റൂമിലൊക്കെ പോകുന്നതൊക്കെ എങ്ങനെ? ഇവിടെ അടുത്ത് ഒരു നമ്മുടെ ബാത്റൂമിൽ പോവോ കുളിക്കുവോ എന്തേലും ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ പോകത്തില്ലായിരുന്നു. എന്നാലും 2 ദിവസം 3 ദിവസം ആകുമ്പോൾ ബാത്റൂമിൽ പോകും. ചില ദിവസം അവിടെ കുളിച്ചിട്ട് വരും. ഇപ്പം ഞാനും എൻ്റെ കുഞ്ഞും പുള്ളിയും പോകുന്നത്, ഞങ്ങൾ തുണിയെല്ലാമായിട്ട് ഇവിടെ പോകും. തോട്ടിൽ പോയി എല്ലാം അലക്കി അവിടെ തന്നെ. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല, എന്നാലും അവിടെയും കുളിച്ചും വെച്ചാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ മൂത്രമൊഴിക്കാൻ കുത്തിയാലും നമുക്ക് അത് തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ പിറയിലോട്ട് അവിടുന്ന് ഇവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ അടച്ചതുകൊണ്ട് നമുക്ക് അത്ര അതിന് തന്നെ നമുക്ക് പാടായി. ആലോചിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ മൂത്രം പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനോ ഒക്കെ ഭയങ്കര പ്രയാസമാണ്. എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞ കുറേ കാര്യങ്ങൾ അറിയാം. അപ്പം ഞാനിവിടെ വന്നപ്പോഴേ
അമ്മേനോട് പറഞ്ഞു ചില ദിവസങ്ങളിൽ നല്ല മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, നന്നായിട്ട് വെള്ളമൊക്കെ അടിച്ച് കയറും. പിന്നെ മഴക്കാലത്ത് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടുക്കള ഞാൻ കാണിച്ചു തരാം. കാരണം ഇന്ന് രാവിലെ ഞാൻ അമ്മയോട് ചോദിച്ച് അമ്മ വല്ലതും കഴിച്ചു എന്നാണ്. എന്നോട് പറഞ്ഞ് രാവിലെ വെപ്പും കൂടിയൊക്കെ കണക്കാണ്. കാരണം സാഹചര്യം ശരിക്കും നമ്മളൊക്കെ തേങ്ങാ തിരുമ്മി അല്ലെങ്കിൽ മിക്സിയിലൊക്കെ അടിച്ച് ചമ്മന്തിയും വീട്ടിലേക്ക് കഴിയുമ്പോൾ രണ്ടുപേരും ഇവിടെ ഈ റോഡ് സൈഡിൽ നല്ല ശരിക്കും പറഞ്ഞാൽ പട്ടിണിയിൽ തന്നെ. ഇതാ എനിക്ക് മുന്നിൽ ഇതാ ഒരു വിൽക്കാൻ വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇതൊരു ടിന്നിനകത്ത് ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കാം. അപ്പം രാവിലെ ഒരു ഗ്ലാസ് ചായ ഇടും. ഇത് അമ്മ ഏത്തക്കാപ്പമൊക്കെ ഉണ്ടാക്കും. ഇതിൽ ഒരെണ്ണം കഴിച്ചൊക്കെ രണ്ടാളല്ല 3 പേര്. പിന്നെ ഇടയ്ക്കിനോട് പറഞ്ഞു ഞങ്ങൾ വിശന്നിരുന്നാലും ഞങ്ങളുടെ കൊച്ചുമോനെ അവന് അടുത്തുള്ള കടയിൽ പോയി 2 പൊറോട്ടയെങ്കിലും വാങ്ങിച്ച് ഞങ്ങളുടെ വയറ് നിറയ്ക്കുന്ന ആളുകൾ. അപ്പം ഞാൻ അടുക്കളയും കൂടെ ഒക്കെ അടുക്കളയല്ല ഇവരുടെ പാചകം ചെയ്യുന്നതെന്ന് എനിക്ക് കാണിച്ചു തരും അമ്മ. വാ, അമ്മയ്ക്ക് ചിരി വരുന്നു. ഇതാണ് ഞങ്ങളുടെ അടുക്കള. ചായയും വെക്കും, കറിയുമാവും. ശരിയാ. ഇത് ഈ ഒരു സാഹചര്യമാണ്. ചായക്കടയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിലേ പോകുമ്പോൾ ചേട്ടന്മാരെ ഇവിടെ നിങ്ങൾക്ക് ഒരു സോഡ കുടിക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും വാങ്ങിച്ച് നിങ്ങൾ കുടിക്കണം. ഇതിലേ പോകുന്ന ആളുകളൊന്ന് വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും കുറച്ച് മിഠായി ഉണ്ട്, കപ്പലിൻ്റെ മിഠായി ഉണ്ട്, പറ്റുന്ന ഒരു ചെറിയൊരു സാധനമാണെങ്കിൽ ചെറിയ കച്ചവടം കൂടി അവർക്ക് കൊടുക്കണമെന്ന് അപേക്ഷിക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ അടുക്കള. ഇതിനകത്ത് എന്തുവാ ചൂടൊക്കെ ഉണ്ട്. ചക്കക്കുരു തോരനൊക്കെ വെച്ചേക്കാം. ചോറ് വെച്ചോ? ചോറുണ്ടോ ഇന്ന്? അപ്പൊ ഇന്നതാ ചക്കക്കുരു ഒക്കെ ഇവിടെ ഇന്ന് സെറ്റാക്കി വെച്ചേക്കുവാ. ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കട്ടെ. ഇതാ ചോറ്. അപ്പം കുക്കറാണ്. അരിയൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. അപ്പോൾ അതാ അങ്ങനെ അപ്പൊ പാത്രമൊന്നും വേണ്ട. ഞാൻ ഇച്ചിരി വായിലോട്ട് ഇട്ടോളാം. ചക്കക്കുരു അങ്ങനെ ഇടാൻ നോക്കട്ടെ. നല്ല കൈപ്പുണ്യമുണ്ട്. ഹോട്ടൽ നടത്തിയതിൻ്റെതായ ചുമ്മാ അല്ല, ഹോട്ടലിൽ നല്ല കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെക്കട്ടെ ഞാനിവിടെ. അപ്പം ഇത് റേഷനറി ചോറല്ലേ? റേഷനൊക്കെ വാങ്ങിക്കുന്നൊക്കെ ഉണ്ടോ? അതിൻ്റെ കൂടെ നമ്മുടെ ചേട്ടന്മാരൊക്കെ പോകുമ്പോൾ ചായയുണ്ട്. അവർക്കൊരു ചെറിയ ഇത് ചായ അമ്മ അപ്പം തന്നെ ഇട്ട് തരും. ചായ പിന്നെ എന്തെങ്കിലും ചെറിയ കടിയൊക്കെ കാണും. അതവരുടെ ഒരു വരുമാനമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ വരുമാനമോ കച്ചവടമോ ഒന്നുമല്ല. ഇവർക്കൊരു സുരക്ഷിതമായിട്ടൊരു സ്ഥലം. കാരണം ഇത്രയും പ്രായമുള്ള നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ഭയങ്കര വളരെ എന്താ പറയുക, പ്രത്യേകിച്ച് അമ്മ ആരോഗ്യമില്ല എങ്കിൽ കൂടിയും ഒരമ്മയാണ്. അപ്പം നമ്മുടെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ പത്രത്തിൽ സേഫ് അല്ല അമ്മ. പത്രത്തിൽ ഒരുപാട് ന്യൂസ് വായിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയെ സേഫ് ആക്കണം, അച്ഛന് സേഫ് ആവണം, ശരിയാണ്. പക്ഷേ ഞാൻ അമ്മയ്ക്ക് കൂടുതൽ നമ്മുടെയൊക്കെ അമ്മയെ പോലെ കണ്ടിട്ട് പറയാം, ഈ അമ്മ നമ്മുടെ ആലപ്പുഴയുടെ മണ്ണിൽ ഒരിക്കലും ഇങ്ങനൊരു സാഹചര്യത്തിൽ കഴിയാൻ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന 1 രൂപയെങ്കിൽ 1 രൂപ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇപ്പം എന്തിനാ കരയുന്നേ? അയ്യോ അങ്ങനൊന്നും കരയൊന്നും വേണ്ടമ്മേ. അതൊക്കെ ഞാൻ പറഞ്ഞേ എൻ്റെയൊക്കെ സാഹചര്യം അമ്മയോട് ഞാൻ പറഞ്ഞില്ല. ഇതിനും ഞങ്ങൾക്ക് വല്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ദൈവവിശ്വാസിയാണോ അത്? ആണ്. ഞാനിപ്പോൾ ചോദിക്കുകയാണ്. കാരണം ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞേ. അത് അമ്പലപ്പുഴ ഞാൻ ഇന്നലെ ഇരുന്നുകൊണ്ട് ഒരുപാട് കൃഷ്ണനെ വിളിച്ച് ഇങ്ങനെ സങ്കടം പറഞ്ഞു. ഇന്ന് രാവിലെ എൻ്റെ കുഞ്ഞു അമ്പലത്തിൽ പോയിട്ടാ ജോലിക്ക് പോയെ. പക്ഷെ ഇന്ന് രാവിലെ മുതലേ എൻ്റെ മനസ്സിലൊരു എന്തോ ഒരു ഇതുപോലെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇച്ചിരി മോൻ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുഖത്തൊരു കുളിരി പോലെ കോരിയിട്ട് ഞാൻ കാണിച്ചത്. കാരണം ഞാൻ അമ്പലത്തിൽ പോയതാണ്. ഞാൻ വീഡിയോ എടുക്കാൻ ഒരാളെ അല്ല. കാരണം എൻ്റെ വിഷമങ്ങൾ പറയാൻ ഞാൻ പോയതാണ്. പക്ഷേ അവിടെ ചിലപ്പോൾ ഭഗവാനായിരിക്കാം ഇങ്ങനൊരു കാഴ്ച എൻ്റെ കണ്ണിൽ കണ്ടു. ഞാനത് വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ടാണെങ്കിലും വരാം. ഞാൻ സ്ഥലം ഒന്നുകൂടി പറഞ്ഞുതരാം. നേരിട്ട് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ചാരിറ്റി സംഘടനകളുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്. അച്ഛന് ഞാൻ രാഷ്ട്രീയം പറയല്ല, പണ്ട് കാലത്ത് വലിയൊരു BJP-കാരനായിരുന്നു. അപ്പം എല്ലാ സഹാക്കന്മാരെയും ഇഷ്ടമാണ്, കോൺഗ്രസ്സുകാരെ ഇഷ്ടമാണ്, എല്ലാ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ സുരേഷ് ഗോപി സാറിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പം ഒരു പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരുപക്ഷെ ഈ വീഡിയോ ചെല്ലുവാണെങ്കിൽ ഈ അമ്മയുടെ കണ്ണുനീരൊപ്പാൻ പറ്റുമെങ്കിൽ സാർ സഹായിക്കണം. കാരണം സാറിൻ്റെ ഒരു സഹായമായാലും അവരത് സ്വീകരിക്കും. കാരണം വേറൊന്നും വേണ്ട, ഒരൊറ്റ മുറി അടച്ചുറപ്പുള്ള ഒറ്റയ്ക്കൊരു മുറി ഒന്ന് അവർക്ക് ചെയ്തു കൊടുക്കാൻ ആർക്കെങ്കിലും, സാറിന് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന സന്മനസ്സുള്ള ചേട്ടന്മാർ, ചേച്ചിമാർ, അമ്മമാർ, വിദേശത്തുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ സഹായിക്കണം. ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ സ്ഥലം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം.
നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് കിഴക്കേ നടയിൽ കൂടെ കിടക്കുന്ന വഴി, നമ്മുടെ തിരുവല്ലയ്ക്ക് പോകുന്ന വഴിയെ വരുമ്പോഴത്തേക്ക് കരുമാടി ക്ഷേത്രം കഴിഞ്ഞ് വളവെടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പാലത്തിൻ്റെ പേര് തന്നെ കളത്തിപ്പാലം കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മുടെ തെക്കേ വശത്തെ സൈഡിൽ ഒരു മാടക്കടയുണ്ട്. അതാണ് അമ്മയുടെ കട. അപ്പം ഇനിയുള്ള വിശേഷം, ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛനൊരു ചെറിയ അമ്മ അങ്ങോട്ട് മാറ്റണം, കാരണം ഭാര്യയല്ലേ എത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടത്തുന്നത്, ആ മനസ്സും വേദനിക്കുന്നുണ്ടാവും. അപ്പം അച്ഛൻ പോയി ഒരു ടാർപ്പയൊക്കെ വാങ്ങിച്ച് എന്തൊക്കെയോ ഒരു സെറ്റപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പോയി ഒന്ന് നോക്കട്ടെ, കാരണം അതെന്താ അവസ്ഥ, അതുകൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. നമുക്ക് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ട് വരട്ടെ. അപ്പോൾ കച്ചവടം മറക്കല്ലേ, ഇവിടെ ഒരു അമ്മ കാത്തിരിപ്പുണ്ട്. ഒരു ചായ, ഒരു 10 രൂപയാവുള്ളൂ. ഇവിടുന്ന് വണ്ടി നിർത്തി എന്തെങ്കിലും ഒരു സഹായം അത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അവർക്ക് അതിൽ കിട്ടുന്ന 1 രൂപയായിരിക്കും ലാഭം. അത് ഒരു സന്തോഷമാണ്. കാരണം ആ വിഷമങ്ങൾ മറക്കാൻ ഒക്കെ നമ്മുടെ കടയിൽ ഞാൻ എപ്പോഴും വിചാരിക്കും, എൻ്റെ കടയിൽ എപ്പോഴും നിറച്ച ആളുണ്ടാവണം. കാരണം ഒരുപാട് ടെൻഷൻ അകറ്റാൻ ശരിക്കും സാധാരണക്കാരായ ആളുകൾ നടത്തുന്ന ഒരു സംരംഭം ഇതുപോലത്തുള്ള പെട്ടിക്കടകൾ. അപ്പം ഇനിയും കച്ചവടം കിട്ടും. ഇന്ന് ഭയങ്കര പരാതിയായിരുന്നല്ലോ, ഇനിയും കച്ചവടമൊക്കെ വരും ഉറപ്പായിട്ടും. കാരണം പിന്നെ ഇവിടെ ഞങ്ങളെപ്പോലെ ഇങ്ങോട്ട് നോക്കി മോരൊക്കെ ഉണ്ട് ഇവിടെ, സെറ്റപ്പാ. കാരണം എൻ്റെ അമ്മ കാച്ചുന്ന പോലൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ അമ്മേ മത്തിനാണോ കടയുന്നത്? അല്ല, അടിച്ചെടുക്കും. എങ്ങനെ? നെയ്യൊന്നും മിക്സി ഉണ്ടോ ഇവിടെ? ഇവിടെ ഇല്ല. ഇപ്പൊ ഞാൻ ഇത് ഇതിന്റെ മത്തിലിട്ട് കൈ കൊണ്ട് തന്നെ ഭരണിയിലിട്ട് ഇങ്ങനെ കുലുക്കി. അപ്പം ഇച്ചിരി കട്ടിക്കൊക്കെ കിട്ടും. കാരണം വെച്ചാല് നെയ്യൊക്കെ ഇതിനകത്ത് കിടക്കുക. എത്ര രൂപ മോരിനൊക്കെ? മോരും വെള്ളത്തിന് സോഡ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ 25 രൂപ, അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ 20 രൂപ. ഞങ്ങളുടെ കടയിൽ 40 രൂപ കേട്ടോ. എത്രയുണ്ട് മോര്? കുറച്ച് നമ്മൾ ഇത്ര എടുക്കും. ഈ ഒരു ഗ്ലാസ്സിന് ഇത്ര എടുക്കും. എന്നിട്ട് ബാക്കി സോഡ സോഡ അല്ലെ പിന്നെ അവർക്ക് കൊടുക്കുമ്പം കപ്പിലോട്ട് ഒഴിച്ച് എന്തൊക്കെ ഇടും ഇതിനകത്ത്? അതിൻ്റെ അകത്ത് ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഉള്ളി എല്ലാം കൂടെ ചതച്ച് വെച്ച് അമ്മയുടെ ഒരു കൂട്ടുണ്ടാക്കി അങ്ങ് കൊടുക്കും സോഡ ഒഴിച്ച്. തണുത്ത സോഡ കഴിക്കാൻ അച്ഛൻ രാവിലെ പോയി ഐസൊക്കെ എടുത്തോണ്ട് വരുമല്ലോ. എവിടെ പോയി എടുക്കുന്നത്? അവിടെ പോയി ഐസൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത്, നമ്മുടെ കടയിൽ പോലെ കുഞ്ഞൊരു ഫ്രിഡ്ജിനകത്ത് അരി പൊട്ടിച്ചിട്ട്. അപ്പോൾ കുഴപ്പമില്ല. ഞങ്ങളെന്ന് വെച്ചാൽ അപ്പോൾ ഇതിലെ 3 ഗ്ലാസോളം നമ്മുടെ വരുന്നുണ്ട്. അപ്പം 40 രൂപ. അപ്പോൾ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ആൾക്കാർ വേണ്ടി ഞങ്ങൾ അമിത വില മേടിച്ചത്. പിന്നെ സർബത്തുണ്ട്. പിന്നെ സർബത്തൊക്കെ ഉണ്ട്. സർബത്തൊക്കെ അമ്മ നന്നായി കാച്ചു. ഇവിടെ തന്നെ കാച്ചി റെഡിയാക്കും. അപ്പം സർബത്തുണ്ട്, മോരുണ്ട്. അപ്പം നിങ്ങളുടെ അങ്ങനെ ഒരു സഹായം കൂടെ ഞാൻ ചോദിക്കാം. അപ്പം നമുക്ക് വീട്ടിലോട്ട് ഞങ്ങൾ പോട്ടെ. അമ്മ വരുന്നുണ്ടോ? ശരി. ബാക്കി വിശേഷം ഇനി വീട്ടിൽ ചെന്നിട്ട് ആണോ അമ്മ? ഷീറ്റാണോ? ഷീയല്ല, ഇത് പായും തലയാണ്. കമ്പിളിപ്പുറത്തൊക്കെ ഉണ്ട് ആളുടെ കയ്യിൽ, തണുപ്പാണെങ്കിൽ. അപ്പൊ ഇത് ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കണ്ട, അവർ എടുത്തോളും. ആൾ അങ്ങോട്ട് തന്നെ നോക്കുക. ഇതാണ് തലയാണയൊക്കെ, കഴുകാനും ഒക്കെ പാടാണ്. കാരണം നമുക്കറിയാം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ എപ്പോഴും കഴുകുന്നത്. അതൊക്കെ മാറും. ഈ വീഡിയോ സത്യം ദൈവം ഇടിയിപ്പിച്ചാന്ന് വിചാരിച്ചാൽ കാരണം ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഒരിക്കലും ഇതിനെ വരുന്നല്ല. പോയിട്ട് തിരിച്ചു വന്ന് 2 മുട്ടായി വാങ്ങിച്ചു. അപ്പൊ എന്താ അമ്മ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പൊ ഞാൻ കാണിക്കാം, ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് രാവിലെ എനിക്ക് തന്നതാണ് കൃപാസന മാതാവ്. സത്യം അതൊരു അമ്മ എന്തെങ്കിലും നേർച്ച നേർന്നോ? ഒന്നുമില്ല. ഞാൻ അവിടെ ഒന്ന് ചെന്നപ്പം എൻ്റെ കയ്യിൽ ഇത് തന്നു വിട്ടു. അപ്പം ആ മാതാവ് ഇങ്ങോട്ട് എത്തിച്ചാന്ന് വിചാരിച്ചാൽ മതി. കാരണം എനിക്ക് വലുതായിട്ടൊന്നും സഹായിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ശമ്പളം 8600 രൂപയുള്ളൂ. പക്ഷെ അടുത്ത ഓണറേറിയം കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്തിരിക്കും. കാരണം ഈ പ്രാവശ്യം കിട്ടിയതല്ല, ലോൺ അടച്ച് തീർന്നു പോയി. ഞങ്ങൾക്ക് കുഞ്ഞൊരു കടയാണ്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും ആ വീട് പണിക്കുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പൈസയൊന്നും ഞാൻ പറയുന്നില്ല, എന്നെ പറ്റുന്നൊരു സഹായം ചെയ്യും. അപ്പം കൃപാസന മാതാവിൻ്റെ വിശ്വാസികളായ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെയും ഒരു സഹായം ഞങ്ങൾ, ഇത് നമുക്ക് സ്വർണ്ണമല്ല, അത് കുഴപ്പമില്ല. വരവ് നമ്മളൊക്കെ വരവ് ഉപയോഗിക്കുന്നത്. ഈ വരവൊക്കെ ഒരു നിമിഷം മതി സ്വർണ്ണം. അതങ്ങനത്തെ വിഷമമൊന്നും വേണ്ട കേട്ടാ. അപ്പം നമുക്കിവിടെ സ്വർണ്ണമോ വരവോ അതൊന്നും അല്ല, നമുക്ക് കിടക്കാനൊരു വീട് അല്ലേ. അതാ ഇതിനകത്തൊക്കെയാ നമ്മളെ തുണിയൊക്കെ വെച്ചേക്കുന്നത്. അപ്പൊ മോന്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അമ്മ പറഞ്ഞൊരു വിഷമം, ഞാൻ ഇങ്ങനൊന്നും കിടന്ന ഒരാളല്ല. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ചിരിക്കുന്നെങ്കിലും സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. അത് മാറാൻ സമയമായി. 3 മാസം കിടന്നില്ലേ, ദൈവം എന്തായാലും കണ്ണു തുറക്കാതിരിക്കുമോ? ഇന്ന് എനിക്ക് തോന്നി അതായിരിക്കാമെന്ന്. അപ്പൊ പിന്നെതാ എന്റെ തൊട്ട് പിറകില് ഞാൻ അവിടെ കാണിച്ചു തരാം.
2008 മുതൽ എൻ്റെ അച്ഛൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാനും അമ്മയും എൻ്റെ സ്വന്തം വീട് പള്ളിപ്പാടാണ്. പക്ഷേ അതിനുശേഷം പല സാഹചര്യങ്ങൾ കൊണ്ട് വാടകയ്ക്ക് കഴിയേണ്ടി വന്നിട്ടുണ്ട്, ഒരു 10-12 കൊല്ലം. അപ്പം എനിക്കറിയാം, കാരണം വാടക വീട് മാറുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വരും. അത് മറ്റൊരു വാടക വീട്ടിലേക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നവരെല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ ഒരു വാടക വീട് പോലും എടുക്കാനുള്ള നിവൃത്തിയില്ല. അപ്പോൾ ഈ റോഡ് സൈഡിൽ നമ്മൾ ഇതിലെ പലരും യാത്ര ചെയ്തേക്കാം. ഇത് വിറകോ ഒന്നും അല്ല അടുക്കി വെച്ചേക്കുന്നത്. കാരണം അച്ഛൻ്റെ അമ്മയുടെയും ഈ ഒരു കൊച്ചു ജീവിത സമ്പാദ്യം എന്ന് പറയപ്പെടുന്ന സാധന വസ്തു എന്തൊക്കെയുണ്ട് അമ്മ ഇതിനകത്ത്? ഇതിൻ്റെ അകത്ത് ബാഗുകളുണ്ട്, തുണികളുണ്ട്, നമ്മുടെ സാധനങ്ങളും ചെരുപ്പുകളും എല്ലാം അഴിക്കണ്ട ഇതെല്ലാം അതാണ്. അങ്ങനെ നമ്മളെപ്പോഴും ഇത് എടുക്കുമ്പോഴത്തേനും പറന്ന് ആദ്യം അഴിക്കൊന്നും വേണ്ട. ഇതിനകത്ത് മൊത്തം സാധനങ്ങളാണ്. ജസ്റ്റ് കട്ടിൽ കിടപ്പുണ്ട് ഇതിനകത്ത്, കട്ടിലുണ്ട്. ഇവിടെ ഒന്ന് അഴിച്ചോട്ടെ. സൂക്കേഴ്സ് ഉണ്ട്. സൂക്കേഴ്സ് അല്ല, ഒരു ബാഗ്. അത് നമ്മുടെ എനിക്ക് അടുത്തുള്ള തന്നതാണ്. കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്, വീട്ടു സാധനങ്ങൾ. ഇതാണ്ട് പാത്രം അടുക്കി വെക്കുന്ന സാധനങ്ങളുണ്ട്, ചെറിയ ചെറിയ ഗ്ലാസ്. സത്യം സ്ത്രീകളിൽ ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ ഒരുപാട് സാധനങ്ങൾ സേവ് ചെയ്യും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു റോഡിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വിഷമപ്പെടുന്ന. ഇനി അഴിക്കണ്ട പാത്രം, കാരണം മഴ പെയ്താൽ നന്നായിട്ട് നനയും. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ വെച്ച് കെട്ടിയേക്കുക. കാരണം ഞാൻ എൻ്റെ കട്ടിലൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു പഴയത്. പിന്നെ ഒരുപാട് ചെടിയൊക്കെ സ്നേഹിക്കുന്ന ആളല്ലേ. അത് നോക്കിയേ, വീട് മാറിയപ്പോൾ ചെടി പോലും അമ്മ സേവ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഇങ്ങോട്ട് നോക്ക്, ഇതൊക്കെ നമ്മൾ വെക്കും. നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു കൊച്ചു മുറി ഉണ്ടാക്കും നമ്മൾ കേട്ടാ. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പലരോട് സംസാരിക്കാം. അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതിനൊന്നും? വലിയൊരു ഉപകാരമായിരുന്നു. ഒരു കൊച്ചു ഒരു മുറി മതി എനിക്ക്. എൻ്റെ കുഞ്ഞൊരു നല്ലതായിട്ടൊന്നും ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ അവനൊരു ഇതാകണം, ആരുടെയും ഇതുപോലെ വഴി കടക്കാനുള്ള. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയത് 8ാം മാസത്തിലുള്ളത്. അപ്പം അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ ചോദിച്ചു. നമുക്ക് കൊടുക്കാനില്ലാഞ്ഞോണ്ടാ. ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടാണ് എൻ്റെ കുഞ്ഞ് പോയത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഫീലിംഗാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. അപ്പൊ ഈ ചെടിയൊക്കെ വേണമെങ്കിൽ കുറച്ച് വെയിലത്ത് വെച്ചോ, കാരണം ചെടി വളരട്ടെ. കാരണം ചെടിക്ക് സൂര്യപ്രകാശം ഒക്കെ വേണോന്നേ. ഞങ്ങൾ വീട്ടിലോട്ട് പോകട്ടെ, നമുക്ക് വീട്ടിൽ പോവാം. കണ്ട പണിക്ക് പോയത്. പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തെ വീട് കിട്ടുന്നില്ല. ചെല്ലുന്നിടൊന്നും ആരും നമുക്ക് വീട് തരത്തില്ല. അവസാനം എന്താണെന്ന് അറിയുമോ, പള്ളിക്കൂടത്തിന്റെ തിണ്ണ കണ്ടു. ആ പള്ളിക്കൂടത്തിന്റെ തിണ്ണയിൽ കുറെ പിച്ചക്കാരിപ്പുണ്ട്. ഒത്തിരി പേര് കിടക്കും. അതിന്റെ ഒരു സൈഡിലോട്ട് പറഞ്ഞ് ഞങ്ങൾ കിടന്നു. രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഒരുത്തം വന്ന് ഇങ്ങനെ കൊച്ചിനെ പൊക്കുന്നു. അപ്പം നമ്മൾ അമ്മയ്ക്കിപ്പോൾ ഒരാൾ അമ്മയ്ക്കും അച്ഛനോട് സഹായിച്ച് അവർ വാങ്ങിച്ചൊരു വസ്തുവാണ് നമ്മളങ്ങോട്ട് കയറാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെള്ളം കയറുന്നൊരു സ്ഥലമാണ്. പിന്നിൽ റെയിൽവേ പാതയാണ്, അവിടെ കണ്ടമാണ്. ഇപ്പുറത്തെ സൈഡിലും കണ്ടമാണ്. ഇവിടെ കുറച്ച് വീട്ടുകാരൊക്കെ ഉണ്ട്. എത്രയും വെള്ളം വരുമായിരിക്കും അമ്മ ഇവിടെയൊക്കെ? ഇതിപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. നമ്മുടെ ആരന്നീ കണ്ടെത്തി വെള്ളം നിന്ന് റോഡ് മൊത്തം അവരുടെയൊക്കെ സ്റ്റെപ്പിന്റെ അവിടെ വരെ കയറും, വെള്ളം കയറും. വെള്ളം കയറിയാലും ഒന്നുകിൽ നന്നായിട്ട് ഫൗണ്ടേഷൻ പൊക്കി കെട്ടണം. ഇത് കണ്ടില്ലേ വെള്ളം വന്ന അപ്പുറത്തൊരു വീടുണ്ട്. അപ്പൊ കട്ടില നമ്മുടെ കട്ടിലായിരിക്കും അവിടെ അതേ ഉള്ളു നല്ല കട്ടില. വീട്ടിലോട്ട് പോവാ. അതുകൊണ്ട് അതെടുത്ത് അവിടെ വെച്ച് പിന്നെ ഇടയ്ക്ക് വരും അവനൊന്ന് വരുമ്പോഴേ അവന് ഞാനും കൂടെ വരുമ്പോൾ ബാത്റൂമിൽ പോകാൻ ഇവരുടെ ഒരു ബാത്റൂമാണ് നമുക്ക് നമ്മുടെ വഴി. ഇവിടെ നമ്മുടെ ചിത്രപ്പള്ളിക്കാരാണ് 2.5 ലക്ഷം രൂപ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഓണർ. അങ്ങനെ 2.5 ലക്ഷം രൂപ അവർ വന്ന് ബാക്കി നമ്മൾ കടം വാങ്ങിച്ചതാണ്. ഒരാൾ ഒരു അല്ലാതെ ഒരു 2.5 ലക്ഷം രൂപ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ ഞാൻ അപേക്ഷ കൊടുത്തായിരുന്നു. അത് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന സമയത്ത് കൊടുത്തതാണ്. പിന്നെ ഇപ്പം ഞങ്ങൾക്കിത് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പം ചിത്രപ്പള്ളിക്കാർ പഞ്ചായത്തിൽ അന്വേഷിച്ച് വന്നു. പാവം പിടിച്ചവരാരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേരാണ് അവർ കൊടുത്തത്. അപ്പോൾ അവർ 2.5 ലക്ഷം രൂപ ഈ സ്ഥലത്തിൻ്റെ ഓണർക്ക് കൊടുത്തു.
പിന്നെ വേറെ ഒരു വ്യക്തി എനിക്ക് 2.5 ലക്ഷം രൂപ തന്നു. അതുകൊണ്ടാണ് ഞാനിത് അഡ്വാൻസ് കൊടുത്ത് വാങ്ങിച്ചു. 1.5 വർഷം അഡ്വാൻസ് കൊടുത്തിട്ടിരുന്നു. അത് കഴിഞ്ഞാണ് ഈ പൈസ കിട്ടുന്നത്. സ്വന്തമായി 4 സെന്റ്. 4 സെന്റിൽ ഇനി ഞാനൊരു 5000 രൂപയുടെ ഈ 4 സെന്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഓക്കെ ആയി. ഈ 3 സെന്റും വഴി ഇപ്പം പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്നു. അവർക്ക് ഫണ്ടില്ല. ഇപ്പം പഞ്ചായത്തിൽ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പഞ്ചായത്തിൽ ഫണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ അമ്മയെ സഹായിച്ച ആ നല്ല മനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ വസ്തു ഇപ്പം 4 സെന്റ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഇനി 5000 രൂപയുടെ കൊടുത്താൽ മാത്രമേ ശരിക്കും ഇതിന്റെ ഓണർഷിപ്പ് അമ്മയിലേക്ക് തീരത്തുള്ളൂ. കാരണം പേരിക്കൂട്ടിയൊക്കെ എടുത്തു. ഇപ്പം 3 സെന്റ് നമ്മുടെ പേരില്ല. 3 സെന്റ് പേരിക്കൂട്ടി 4 സെന്റ്. അപ്പം കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അപ്പം ഇതാണ് അമ്മയുടെ വീട്. ഇതാണ് അച്ഛൻ പോയി ഒരാള് നമുക്ക് തന്ന പടുതായ ഇത്. ഇവിടെ കാണിച്ച് നമ്മൾ ഈ പടുതായാണ് ഇട്ട് നമ്മൾ മൊത്തം കെട്ടിയത്. ഈ പടുത മൊത്തം കെട്ടിയപ്പോ ഞാനിവിടെ വന്നപ്പോ അത് മൊത്തം ചോരുന്നു, മൊത്തം നനഞ്ഞു കിടക്കുന്നു. ചാക്ക് പോലെ. ചാക്ക് പോലെ. അത് നമ്മൾ അതിന്റെ മണ്ടയിൽ ഇട്ടിരുന്ന അവസ്ഥയായി. ആ വീടിന്റെ മണ്ടക്ക് ഇട്ടിരുന്ന സാധനം ഇത് മൊത്തം ഏകദേശം പൊടിഞ്ഞു പോയി. ഇപ്പൊ ഒരാള് സഹായിച്ചായി പടുത. 4000 രൂപ ഏതാണ്ടായി. ഇതെല്ലാം പഴയതാ. മറ്റേ ഇതെല്ലാം ഇതിങ്ങനെ ഇത്ര മൂടി ഇത്ര വാർത്തി. ഇതിന്റെ അകത്ത് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു ഇതിന്റെ അകത്ത് ഞാൻ വന്ന് കിടന്നോളാം, എന്നാലും എനിക്ക് ബുദ്ധിമുട്ടാണ് അവിടെ കിടക്കാൻ. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരാഴ്ച കൊണ്ട് പോസ്റ്റും കിട്ടി, അതിന്റെ പിറ്റേ ദിവസം കറണ്ടും കിട്ടി. എല്ലാരും ചോദിക്കുന്നത് എങ്ങനെ കിട്ടി നിങ്ങൾക്ക് ഈ ഷെഡിലെന്നായി. കുഴപ്പമില്ല. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, പറ്റുന്ന സഹായം 1 രൂപയെങ്കിൽ 1 രൂപ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ഇവരിൽ എത്തിക്കണം. 10 കട്ടയെങ്കിൽ 10 കട്ട. കാരണം ഇപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാവും. അകത്തോട്ട് കയറി കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പം പൊടിഞ്ഞതുകൊണ്ട് ഇങ്ങനെ കീറിയെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഷീറ്റിൻ്റെയൊക്കെ അവസ്ഥ. അതല്ല പഴയ ഷീറ്റൊക്കെ വെച്ചേക്കുക, പ്രത്യേകിച്ച് വെള്ളം കയറും. അമ്മ തന്നെ പറയുന്നു ഇത്രയും വെള്ളം കയറും. അപ്പം ഒരു കാരണവശാലും ഇവർ ഇവിടെ കിടന്നാൽ എത്രത്തോളം സേഫ് ആണെന്നൊന്നും എനിക്ക് അറിയില്ല. ഒരു അത്യാവശ്യം ഒന്ന് ഫൗണ്ടേഷൻ ഒന്ന് പൊക്കി ഒറ്റ മുറി കുഞ്ഞൊരു ഇതിൽ ചെയ്ത് കൊടുത്താൽ വെള്ളം വന്നാൽ നമുക്ക് എങ്ങനെ നീന്തി പോവാം, പോട്ടെ റോഡിലോട്ട് ഇറങ്ങാം. പക്ഷെ ഒന്ന് കിടന്നുറങ്ങുക എന്നുള്ളതൊരു മനുഷ്യന്റെ, പ്രത്യേകിച്ച് അമ്മയ്ക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിന്റെ കാര്യമാണ്. എങ്ങനെ അമ്മ അത് സംഭവിച്ച മോനിപ്പം ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് 8ാം മാസത്തിലുള്ളതാണ്. 3 മാസമായപ്പോൾ അമ്മയുടെ വഴിക്ക് പോയി. അതിനെ പാലിന് പോകാമെന്നും പറഞ്ഞ് പോയതാ. പുള്ളി ഒരു 10 മണിയായിട്ടും വന്നില്ല. ഞാനപ്പം തിരക്കി ചെന്നപ്പോൾ ആളില്ല, പാലിന് എന്നിട്ടില്ല. പുള്ളി ബാത്റൂമിൻ്റെ അകത്ത് മൊന്ത ഇരിപ്പുണ്ട്. പിന്നെ ആ കുഞ്ഞിനെ ഇത്രയും 17 വയസ്സ് വരെ വളർത്താൻ എൻ്റെ മൂത്ത മോള് ഇളയ മോള് അവരെ കല്യാണം കഴിച്ചു. മൂത്ത ആളിനൊന്നും കൊടുക്കാതാണ് അവര് കൊണ്ടുപോയത്. അവര് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുക. അവരൊരു 2 കുടുംബമായിട്ട് പോയി. നല്ല ചേട്ടന്മാരായത് കൊണ്ട് കുഴപ്പമില്ല, അവര് കഴിഞ്ഞു പോന്നു. ഉള്ള പറഞ്ഞ കൊച്ചാളിനാണേ നമ്മൾ സ്വർണം കൊടുത്തില്ല. സ്വർണം ഇച്ചിരിയും സ്വർണമേ കൊടുത്തുള്ളൂ. ഇപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടാ. നമുക്ക് തരാൻ ഞാൻ പറയത്തില്ല. പിന്നെ അച്ഛൻ പറയും നമുക്ക് തന്നില്ലെന്ന്. പക്ഷെ അന്നേരവും ഞാൻ അച്ഛനെ വഴക്ക് പറയും. പിന്നെ നമ്മുടെ കുഞ്ഞാരുടെ മുന്നേ പോയി കുഞ്ഞെന്ന് പറയുന്ന അമ്മയുടെ മകന്റെ മകൻ മറ്റൊരു ജീവിതമായിട്ട് പോയി. അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരു പെൻസിൽ പോലും അവന് വാങ്ങിക്കൊടുത്തില്ല. പിന്നെ അരുണും അഖിലും എന്ന് പറയുന്ന 2 പിള്ളേരാണ് അവനെ 10ാം ക്ലാസ് വരെയും പഠിപ്പിച്ചത്. അത് നമ്മുടെ ഇതിനപ്പുറം ഉള്ളതാ. അവരുടെ കൂട്ടുകാരാണോ? അല്ല, അവര് 2 ചേട്ടന്മാരാ. സഹായത്തിലാ കുഞ്ഞു 10ാം ക്ലാസ് വരെയും പഠിച്ചത്. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും പറയണമെന്ന് പറയാം. അവരും ഇപ്പം ഫാമിലിയായിട്ട് ഒരു മോൻ താമസിക്കുന്നു. പിന്നെ നമ്മൾ അവരെ എന്നിട്ട് പമ്പിൽ ചെന്നേച്ച പറഞ്ഞെന്ന് പറഞ്ഞു, മോനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണേന്ന്. പറയാൻ ചേട്ടാന്ന് പറഞ്ഞു. മറ്റൊരിടത്തോട്ടാ. അത് മിനിഞ്ഞാന്ന് മുതലാ കയറി. വീടൊന്ന് തുറന്ന് കാണിക്കാം. കണ്ട ഇതിപ്പം പറ്റി വരുന്നതേ ഉള്ളൂ. വെള്ളം ഇതെല്ലാം ഇവിടെ എല്ലാം മൊത്തം വെള്ളമായിരിക്കും. പിന്നെ ഇതുകൊണ്ട് ആ കക്കൂസാണ്, കുളിമുറിയുമാണ്. ഇപ്പൊ തന്നെ നമ്മുടെ മഴ പെയ്തപ്പോ തന്നെ ഈ ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പം കുറച്ച് ദിവസം 2 ദിവസം കൊണ്ട് ഒരു തെളിവുള്ളത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇതിനകത്തോട്ട് എനിക്ക് അറിയത്തില്ല, നമ്മള് എന്തോ പറയണമെന്ന് എനിക്കറിയില്ല. നമുക്ക് വീട് കാണാം. അച്ഛനാണോ ഇത് ചെയ്തേ? അച്ഛനും മോനും കൂടെ ആണോ ചെയ്തത്? അവർ 2 പേരും കൂടാണ് ഇതെല്ലാം കുഴിച്ചിട്ട്? ഇന്നലെ ഞാൻ കൊണ്ടുവന്ന് എല്ലാം കഴുകി.
അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇതാ നമ്മുടെ വീട്. ഇതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വേണ്ട നല്ല ചെളിയുണ്ട്. ചെളിയൊക്കെ നമ്മുടെ കയ്യിൽ പറ്റത്തക്ക രീതിയിൽ മണ്ണ് നിൽക്കുകയാണ്. അപ്പൊ കുറച്ച് സാധനമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഇവിടെ തുണി വിരിച്ചിടുവോ? ഇത് ഞാൻ വന്ന് വിരിച്ചിടുന്നതായിരുന്നു. ഇതെല്ലാം സാധനം ഇത് കണ്ടോ എല്ലാം. ഇത് അമ്മ വീട്. അപ്പൊ ശരിക്കും വെള്ളം കയറി ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ശരിക്കും അച്ഛനും മകനും കൂടെ ആണോ? കുഞ്ഞു അച്ഛനും കൂടെ ചെയ്തതാ. ഈ ഇത്രയും വലിയ മറ്റേ നമ്മുടെ ഇതെല്ലാം അവര് കൈവണ്ടിക്ക് തള്ളിക്കൊണ്ട് വന്നത്. കുഴിച്ചിട്ടത് ഇതെല്ലാം കെട്ടാനും എടുക്കാനും ഇതെല്ലാം വലിച്ചു കയറ്റാനും. നമുക്ക് പുറത്തുനിന്ന് ഒരാളെ നിർത്താനുള്ള പൈസയും ഇല്ല, ആരും നമ്മള് വിളിച്ചുമില്ല. മനസ്സിലായി. അമ്മയുടെ തുണിയും കാര്യങ്ങളൊക്കെ എവിടെ കിടക്കുന്നത്. അപ്പൊ കറണ്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം അല്ലേ? കഴിഞ്ഞ ദിവസം കിട്ടിയല്ലേ? അപ്പൊ നമ്മുടെ എനിക്കൊന്ന് ലൈറ്റ് ഒക്കെ ചാർജ് ചെയ്തിട്ടായിരിക്കും കടയിൽ കൊണ്ടിടുന്നത്. അങ്ങനെ അപ്പൊ ഇതാണ് സാഹചര്യം. വീട് എന്ന് പറയാൻ, ഇതിനെ വീടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് കാര്യങ്ങള്. അമ്മേ ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിലോട്ട് എങ്ങനെ വന്ന് കിടക്കും? അതാണ് മോനെ ഇന്ന് ഞാൻ പറഞ്ഞു. അവിടുത്തെ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇവിടോട്ടാണേലും കട്ടിലാണേലും എടുത്തു വെച്ച് ഇവിടെ കിടക്കാം. അപ്പം നമുക്ക് രാത്രിയാകുമ്പോൾ നമുക്ക് ഈ വീട്ടിൽ ആരുമില്ല. പിന്നെ അതുകൊണ്ട് പുള്ളിക്കൊരു ഭയങ്കര ഇന്ന് എന്നാലും എൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് ഇന്നിവിടെ വന്ന് ആ പുല്ലുമെല്ലാം പറിച്ച് ഒക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഇത്രയും പുല്ല് പറിച്ച് ഇന്ന് രാത്രിയിൽ അറിയാം. കാണാശാലേ ഈ ഒരു സിറ്റുവേഷനിലെ എൻ്റെ കുഞ്ഞില് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു അവസ്ഥ അമ്മ എന്നോട് ഈ പറയുമ്പോഴും ഒക്കെ അച്ഛൻ ആ കടയുടെ അപ്പുറത്തേന്ന് മാറി പൊട്ടി കരയുന്ന ഞാൻ കണ്ട്. കാരണം അമ്മയെ അവിടെ കിടത്തണ്ട, എവിടെയെങ്കിലും കൊണ്ട് കിടത്താമെന്ന് 10-65 വയസ്സുണ്ടാവില്ല അച്ഛന്. പിന്നെ അപ്പൊ ആ അച്ഛൻ വന്ന് ഇങ്ങനൊക്കെ ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ ഒരു മാനസികാവസ്ഥ, കയ്യിൽ പണമില്ല, വേറെ ആരും സഹായിക്കാനുള്ള മകനോ മറ്റൊരു ജീവിതം തേടിപ്പോയി. അവരെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഒരു വിവരവും ഇല്ല. ആകെയുള്ള ഒരു കൊച്ചുമോ മാത്രം. എനിക്ക് അവന്റെ കാര്യമേ ഉള്ളൂ. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും അവൻ വേറൊരാളെ കാൽച്ചോട്ടി ചെന്ന് ചവിട്ട് കൊള്ളാതിരിക്കുക അവന് കൊടുക്കണം. ഇത് ഞങ്ങൾക്ക് കിട്ടിയെങ്കിലും കുഞ്ഞിന്റെ പേര് എഴുതി വെക്കും. അവനൊരു അനാഥത്വം ആവാതെ അവന് കയറിക്കിടക്കാം. അവൻ ജോലി ചെയ്ത് നല്ലൊരു കൊച്ചു കുഞ്ഞാണ്. ഇപ്പൊ 17 വയസ്സ് 17.5 വയസ്സേ ഉള്ളൂ. അവൻ സുരക്ഷിതനാവണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അതാ എനിക്ക് എന്തുണ്ടേലും പുള്ളിക്ക് എന്തുണ്ടേലും എൻ്റെ മറ്റു മക്കൾക്ക് ആർക്കും അവകാശമില്ല, എൻ്റെ കുഞ്ഞിന് മാത്രം. നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ദൂരെ നിന്ന് കാണുന്ന ആളുകളുണ്ട്, ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ഒത്തിരി സ്ഥലത്ത് നമ്മളെപ്പോലെ ഇതേപോലെ സാഹചര്യത്തിൽ പോയി ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ഫീൽ ചെയ്യും കാര്യങ്ങളൊക്കെ. അമ്മയ്ക്ക് എന്തോ ഇവരോട് പറയാനുള്ളത്? എനിക്ക് നല്ലൊരു മുറി ഒന്ന് ശരിയാക്കി ഞങ്ങൾക്കൊന്ന് കിടക്കാനും വേണ്ടി. എനിക്ക് ആ ഷെഡിൽ കിടക്കാൻ ഭയമാണ്. രാത്രി ഒന്നും ഉറങ്ങത്തില്ല മക്കളതിനുള്ളത് ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഒരു 3-3:30 ആകുമ്പോഴായിരിക്കും ഞാനൊന്ന് കിടക്കുന്നത്. കിടന്നു കഴിയുമ്പം പിടിയിന്ന് എഴുന്നേറ്റ് കട തുറക്കണ്ടേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് കുളിക്കാൻ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോകാറുള്ളൂ. എന്ന് പറയാൻ അങ്ങനെ പോകാത്തത് കൊണ്ട് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാതെ. അവര് പറയും ഇവിടെ വാ, എന്താ ചേച്ചിക്ക് പേടിയല്ല ബുദ്ധിമുട്ട് അതാണ് അങ്ങനെ തന്നെ. പിന്നെ ഞാൻ തോട്ടിൽ പോയി കക്കൂസിൽ പോകുന്ന 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും കക്കൂസിലൊന്ന് പോകുന്നത്. അപ്പം ഭക്ഷണം കഴിക്കുന്നത് തന്നെ കഴിച്ചില്ല എന്നായി. ഇപ്പൊ ഇത്രയും സമയം കൊണ്ട് ഒരു വകയും കഴിച്ചില്ല. അച്ഛനും കഴിച്ചില്ല, ഞാനും കഴിച്ചില്ല. അച്ഛൻ ഇങ്ങോട്ട് പോന്നു, ഞാൻ അവിടെ അന്നേരം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ രാവിലെ ആ തോട്ടിൽ പോയി അഴുക്ക് വെള്ളത്തിൽ പോയി തുണി കഴുകി കൊണ്ടുവന്നിട്ട് വീട്ടിലിരുന്ന് വെള്ളത്തിൽ ഒലച്ചിടുമായിരുന്നു. അത് ഞാൻ പോയി എടുത്തുകൊണ്ട് വരുന്നപ്പോൾ എനിക്ക് ഈ കൈക്ക് വേദന ആയതുകൊണ്ട് അച്ഛൻ തന്നെ ആ വണ്ടിയും കൊണ്ടുപോയി 3 കന്നാസ് വെള്ളം എടുത്തുകൊണ്ട് വരും. അവിടെ താമസിച്ചപ്പോഴും വെള്ളമില്ല. ഈ 4 വീലർ അത് നമ്മൾ കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. ഇപ്പൊ എടുത്തു വെച്ചത് കണ്ടിരിക്കുമ്പോഴാ നിങ്ങൾ വരുന്നത്. എന്തുവാ തോരൻ ചോറ് കഴിച്ചില്ല. ചോറ് അച്ഛന് കൊടുക്കാതെ ഉള്ളത് നമ്മൾ അതുകൊണ്ട് തൃപ്തിയാക്കും. പിന്നെ വൈകിട്ട് വെക്കത്തില്ല. അങ്ങനെ വെക്കാനുള്ള ഇതുമല്ല, നമ്മളെ ഒത്തിരി ചിലവാക്കാനുള്ള സാമ്പത്തികമില്ല. ഞാൻ ഓരോരുത്തർക്കും കൊടുത്ത് സഹായിച്ചിട്ടുള്ള അരിയാണേലും സാധനങ്ങളാണേലും എല്ലാം. പക്ഷെ ഇപ്പം നമുക്ക് നിവൃത്തിയില്ലാതായിപ്പോയി. ഒരു ദിവസേലും ഒരു 2 പേർക്കേലും ഞാൻ വീട്ടിലൂണ് നടത്തുമ്പം ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് അതുകൊണ്ട് നമുക്ക് വേറെ ഒരാൾ നമ്മളെ സഹായിക്കാനും തരും. അടുത്തൊരു ചേച്ചി എനിക്ക് തരുമായിരുന്നു അരി, വെളിച്ചെണ്ണ, മുളക്, ഉപ്പ്, സർവ്വസാധനം തന്നാണ് ഞാൻ അവിടെ കഞ്ഞി വെക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ റേഷൻ വാങ്ങിക്കുന്നതൊക്കെ.
ഇതാണ് നമ്മുടെ അമ്മേ നമ്മള് കുഞ്ഞു വീടാണ്, നമ്മുടെ കൊട്ടാരം അമ്മ. ഇത് കൊട്ടാരം. അത് നമ്മുടെ വീട്ടിലൂടെ നടത്തിയതിന്റെ ഇത് എങ്ങനെ കെട്ടണം? അതെ കൊളുത്തണം. ഇത് ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര എക്സ്പെർട്ട് ആണ്. പിന്നെ ഞങ്ങളുടെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതല്ലേ. ചാക്കൊക്കെ കെട്ടി മറ്റേ എന്താ ആണിയൊക്കെ അടിച്ചാ ഞാൻ പണ്ട് കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കറിയാം അതൊക്കെ. പക്ഷെ ഒറ്റ പുള്ളിക്ക് നേരത്തെ ഒക്കെ ആ ആരോഗ്യം ഉണ്ടായിരുന്ന സമയം ഒറ്റ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി, മീൻകച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അച്ഛന്. അതിന്റെ ഇടയ്ക്ക് വണ്ടി ഇടിച്ചു. അങ്ങനെ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞപ്പം വന്നപ്പോ എല്ലാം കൂടെ വണ്ടി പിടിച്ചു. സത്യവാദം കിട്ടത്തില്ലെന്ന് പറഞ്ഞതാ. എല്ലാവരോടും, എല്ലാ മതസ്ഥരോടും, എല്ലാ രാഷ്ട്രീയക്കാരോടും, ഞാനൊരു പൊളിറ്റിക്സിലൊക്കെ നിൽക്കുന്ന ആളാണ്, പക്ഷെ ഒരു രാഷ്ട്രീയത്തിൽ പറയില്ല, ബഹുമാനപ്പെട്ട സർക്കാർ തന്നെ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് ഇവരെ സഹായിക്കണമെന്നും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ഇതിന് ശേഷം ഇപ്പം ബാങ്ക് ബാലൻസ് വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതിനകത്ത് ഒരു ഇതുമില്ല. അമ്മയുടെ അക്കൗണ്ട് നമ്മൾ തരും. അമ്മയ്ക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, ഇല്ല അച്ഛൻ്റെ അക്കൗണ്ട് തരുന്നു. അപ്പോൾ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ അത് വീണ്ടും പറയാം, വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് ആയതുകൊണ്ട് ഇപ്പം ഞാൻ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ഇവിടെ കുത്തിയിട്ട് അപ്പോൾ പ്രായമായ അപ്പോൾ എൻ്റെ നമ്പർ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും വിളിക്കുക. ഉറപ്പായിട്ടും നമ്മൾ ദൈവം സഹായിച്ചാൽ കൃപാസനത്തിലെ മാതാവായിക്കോട്ടെ, അള്ളാഹു ആണോ, ആരായിക്കോട്ടെ, പക്ഷെ നമ്മൾക്ക് ഒരു കുഞ്ഞു വീട് വെക്കണം. ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ വീടിനോട് ചേർന്ന് ഇപ്പുറത്തൊരു കൊച്ചു വീട് കിടപ്പുണ്ട്. നമ്മുടെ അമ്മയ്ക്ക് ബാത്റൂമിൽ പോകാനും കാര്യങ്ങളൊക്കെ കക്കൂസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ തൊട്ടടുത്ത് അമ്മയുടെ ഇപ്പോഴത്തെ ആ കുഞ്ഞു വീട് കാണിച്ചില്ല, അതിനോട് ചേർന്നൊരു വീടുണ്ട് പഴയത്. അപ്പോൾ അവരുടെ നല്ല മനസ്സുകൊണ്ട് അവരിതിൽ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലാണ് ഇതിലാണ് കുഞ്ഞു വന്ന് പോകുന്നതും വിളിക്കുന്നത്. ഇവിടെ എല്ലാം ഞാൻ വന്ന് വൃത്തിയാക്കി കൊടുത്ത്. പുള്ളിക്കാരി ഇങ്ങനെ ഒന്ന് കരിയില വലിച്ചു കൊടുത്ത് വയ്യാത്തതാ. പിന്നെ ഞാൻ അത് വന്ന് കൈകൊണ്ട് പറിച്ചു. കാരണം അവരും വല്ലാത്തൊരു അവസ്ഥ, അവരും പാവങ്ങളാണ്, പക്ഷെ അവരുടെ ഒരു വലിയ മനസ്സുകൊണ്ടാണ് അവരുടെ പുള്ളിക്കാരി മരിച്ചു പോയതാ. ഇതാണ് അമ്മയൊക്കെ വെള്ളം ഉണ്ടോ അമ്മേനകത്ത്? ഇവിടുന്ന് വെള്ളം അത്യാവശ്യം എടുക്കാമല്ലോ. ഇതെന്താ പൊതു പൈപ്പിലെ വെള്ളമാണോ? ഇല്ല, സുരേഷ് ഗോപിയുടെ നമ്പർ വാങ്ങിച്ചൊന്ന് വിളിച്ച് എടുക്ക്. പക്ഷെ നമുക്ക് ആരും നമ്പർ തരാറില്ല. പിന്നെ ബോബി ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഇപ്പം മറ്റേ ചായ, ടീയുടെ, ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ടീയുടെ ഒരു ബിസിനസ് ഒക്കെ ഇവർക്ക് അറിയത്തില്ലെങ്കിൽ കൂടി ഒന്ന് ഇട്ട് കൊടുത്താലും ഒക്കെ അതൊരു വരുമാനം മാറും. അതെ, അതൊക്കെ ആയിരുന്നു. പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്. പക്ഷെ ഒരാൾ എനിക്ക് നമ്പർ തന്നായിരുന്നു, സുരേഷ് ഗോപി സാറിൻ്റെ. അന്ന് പുള്ളി മെമ്പറൊന്നും അല്ലായിരുന്നു. പക്ഷെ ആ നമ്പർ വിളിക്കുമ്പം വേറെ ആൾക്കാരാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ നമ്പർ ചുമ്മാ തരിവായിരുന്നു എന്നുള്ളത്. നമ്മൾ ആളുകളിത് ഷെയർ ചെയ്ത് വിടണം. ഇത് ആരുടെയെങ്കിലും കൈകളിലൊക്കെ ഈ വീഡിയോ എത്തട്ടെ. കാരണം ഒരു വലിയ കുടുംബത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മൾ വീടൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്കും അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ ചായ ഇട്ടത്. അപ്പോൾ എനിക്കൊരു ഉഴുന്നോടെ തന്നിട്ടുണ്ട്, ഒരു ബിസ്ക്കറ്റ് തന്നിട്ടുണ്ട്. അമ്മ ചായയൊക്കെ കുടിച്ച് സെറ്റായി. നമ്മുടെ ക്യാമറമാനെ ഒരിടത്ത് വരെ ഞാൻ വിട്ടേക്ക് വരും. പുള്ളി ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ പുള്ളിയുടെ ചായ അക്കൗണ്ട് ബുക്ക് എടുക്കാമോ? ഞാൻ ബിസ്ക്കറ്റ് ചേട്ടൻ ഉഴുന്നോടാ. ഇതിൻ്റെ അകത്ത് എല്ലാം വെച്ചേക്കുന്നു, എല്ലാം നനയാതെ സേഫായിട്ട്. അച്ഛൻ്റെ ആശുപത്രിയുടെ നമുക്ക് പാസ് കൊടുക്കും. കാർഡുകളാണ് മൊത്തം. അമ്മയുടെ പേരിലുള്ളതാണോ? അതെ. SBIയുടെ അക്കൗണ്ട് ആട്ടോ. അപ്പം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇടും അമ്മയുടെ അക്കൗണ്ട്. അപ്പം അമ്മയെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഇതിനകത്ത് പൈസ ഇട്ട് തരും. എനിക്ക് പറയാലോ, ഓരോ വണ്ടി സൗണ്ട് വരുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഇടിച്ചിനകത്തോട്ടാണ് കയറിയാൽ തീരുന്നു. അപ്പം അമ്മ ഇപ്പം ഇതിനകത്ത് വരുന്ന പൈസയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വല്ലതും കിടപ്പുണ്ടോ? ഇപ്പോൾ ഒന്നുമില്ല, എന്നെ പോലെ തന്നെ 0 ബാലൻസ് ആണ് നമ്മൾ. അപ്പോൾ അമ്മ അപ്പോൾ നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ ഇതിനകത്ത് പൈസ വരും. അപ്പോൾ രണ്ടുപേരും ആ വീടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അല്ലാതെ ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ അവർക്ക് നമ്മൾ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർ വരും. അപ്പോൾ ഞങ്ങളെ അറിയിക്കുമോ? പിന്നെ അറിയിക്കാതിരിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ കൂടി വെക്കുന്നുണ്ട്. ഒപ്പം എൻ്റെ ഫോൺ നമ്പർ കൂടെ ഞാൻ വെക്കട്ടെ, കാരണം രണ്ടാളും വിളിച്ചാൽ ഫോൺ എടുക്കാത്തത് കൊണ്ടും. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ കൂടെ വെക്കും. അപ്പോൾ എന്തെങ്കിലും സഹായങ്ങൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെയും വിളിച്ചാൽ മതി. നമ്മളെ കൊണ്ട് അമ്മയുടെ അടുത്തിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന സഹായങ്ങളാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു
സമ്മാനം മേടിച്ചോ, ഒത്തിരി ഒന്നും ഇല്ല, പിടിക്കേ. അപ്പൊ ആദ്യത്തെ കൈനീട്ടോ കാണിക്കണ്ട എത്രയാണ്, കുറച്ചേ ഉള്ളു. അപ്പൊ നന്നായിട്ടങ്ങ് പൊലിക്കും. എനിക്ക് ഉറപ്പുണ്ട് എന്റെ കൈനീട്ടം പൊലിക്കുമെന്ന്. അപ്പൊ ഇത് ഈ ഒരു കൈനീട്ടം നന്നായിട്ട് നമ്മുടെ ജീവിതം മാറ്റി മറിക്കട്ടെ കേട്ടോ. ഓക്കെ, സന്തോഷായ? അപ്പൊ ടാറ്റ പറ. അച്ഛാ ടാറ്റ. ടാറ്റാ.